നിലമ്പൂർ എം.എൽ.എ. PV അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ വലിയ രാഷ്ട്രീയ ചലനം സൃഷ്ടിച്ച സാഹചര്യത്തിൽ വിഷയം ആയുധമാക്കാൻ പ്രതിപക്ഷം. അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ നിയമസഭയിൽ ഉയർത്തി ഭരണപക്ഷത്തെ പ്രതിരോധത്തിലാഴ്ത്താനാണ് പ്രതിപക്ഷത്തിന്റെ നീക്കം. ഒക്ടോബർ 4-നാണ് സഭാ സമ്മേളനം ആരംഭിക്കുന്നത്. 10 ദിവസമാണ് ഇത്തവണ സഭ കൂടുക. തൃശൂർ പൂരം കലക്കൽ RSS നേതാക്കളുമായുള്ള ADGP MR അജിത് കുമാറിന്റെ കൂടിക്കാഴ്ച, അൻവർ MLA-യുടെ ആരോപണങ്ങൾ ഉൾപ്പെടെ സഭ പ്രക്ഷുബ്ധമാകാനാണ് സാധ്യത. മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെടാൻ നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ അനുകൂലമെന്നാണ് പ്രതിപക്ഷത്തിന്റെ വിലയിരുത്തൽ. ADGP MR അജിത് കുമാർ RSS നേതാക്കളെ കണ്ടത് മുഖ്യമന്ത്രിയുടെ ദൂതനായാണെന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ ആരോപണം. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിനും അജിത് കുമാറിന്റെ കൂടിക്കാഴ്ചയ്ക്കും ബന്ധമുണ്ടെന്നും കോൺഗ്രസ് നേതാക്കൾ ആരോപിച്ചു. എന്നാൽ പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ പാടെ തള്ളി. അതുകൊണ്ട് തന്നെ അജിത് കുമാർ RSS കൂടിക്കാഴ്ച നിയമസഭയിൽ പ്രതിപക്ഷത്തിന്റെ പ്രധാന അജണ്ടയായേക്കും. തൃശൂർ പൂരം കലക്കലുമായി ബന്ധപ്പെട്ടും PV അൻവർ MLA-യുടെ ആരോപണങ്ങളിലും അജിത് കുമാർ പ്രതിസ്ഥാനത്താണ്. അൻവറിന്റെ പരാതിയിൽ അജിത് കുമാറിനെ ADGP സ്ഥാനത്ത് നിന്ന് നീക്കാതെയുള്ള അന്വേഷണമാണ് നടക്കുന്നത്. ഇതും പ്രതിപക്ഷം നിയമസഭയിൽ ഉന്നയിക്കും. ADGP അജിത് കുമാറിന് പുറമെ മലപ്പുറത്തെ പോലീസിനെയാകെ പ്രതിക്കൂട്ടിലാക്കുന്ന ആരോപണവും PV അൻവർ ഉന്നയിച്ചിരുന്നു. അതേസമയം അൻവറിനെ സംരക്ഷിക്കുന്ന നിലപാട് പ്രതിപക്ഷം സ്വീകരിക്കാൻ ഇടയില്ല. CPIM അൻവറിനെതിരെ പ്രസ്താവന ഇറക്കിയപ്പോൾ അദ്ദേഹത്തെ സ്വീകരിക്കുന്ന നിലപാട് കോൺഗ്രസ് സ്വീകരിച്ചില്ല. അൻവറിന്റെ ആരോപണങ്ങൾ മുഖ്യമന്ത്രിക്കെതിരെ ആയുധമാക്കാൻ അൻവറിനെ പൂർണ്ണമായി തള്ളാനും കോൺഗ്രസ് തയ്യാറായില്ല. പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിട്ടിരിക്കുമ്പോൾ, ആഭ്യന്തരമന്ത്രിയായിട്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത ഉദ്യോഗസ്ഥൻ എനിക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കണമെങ്കിൽ അദ്ദേഹം ആ കസേരയിലിരിക്കാൻ ഒരു അർഹതയില്ലെന്ന് അതിന്റെ അർത്ഥം. ഗവൺമെന്റ് അധികാരത്തിലൊന്നും ഉടനെ മസ്കറ്റ് ഹോട്ടലിൽ വെച്ച് ആരും അറിയാതെ കേരളത്തിലെ മുഖ്യമന്ത്രി കേരളത്തിലെ RSS നേതാക്കന്മാരുമായിട്ട് ചർച്ച നടത്തിയില്ലേ? ഞാൻ പല പ്രാവശ്യങ്ങൾ കേൾക്കാനിട്ടാണ് എല്ലാ പത്രസമ്മേളനങ്ങളിലും BJP ഇതിന്റെ ഇന്നും പറഞ്ഞല്ലോ. നിങ്ങൾ പറഞ്ഞതിന് ശേഷം, നിങ്ങൾ ചോദിച്ചതിന് ശേഷമല്ലല്ലോ ഞാൻ പറയുന്നു. ഇന്നും ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ചോദിച്ചപ്പോഴല്ലല്ലോ, അതിനു മുമ്പ് പറഞ്ഞല്ലോ. BJP പ്രതിക്കൂട്ടില്ല. അതുകൊണ്ടാണ് BJP ഈ വിഷയത്തിൽ സമരം ചെയ്യാത്തത്. BJP പ്രതിക്കൂട്ടില്ല. BJP പ്രതിക്കൂട്ടിലാണെന്ന് ആദ്യമേ ഞാൻ പറഞ്ഞല്ലോ. BJP പ്രതിക്കൂട്ടില്ല. BJP CPM-മായി ചേർന്ന് സംഘപരിവാർ ധാരണയുടെ അടിസ്ഥാനത്തിലാണെന്നല്ലേ പറയാം. അതല്ലേ ഇതിൻ്റെ അകത്ത് ആരോപണം. ഈ ADGP-യും RSS നേതാവും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയെന്ന് ഞങ്ങളല്ലേ പറഞ്ഞത്. ഡേറ്റ് അടക്കം ഞങ്ങളല്ലേ പറഞ്ഞത്. അന്ന് CPM ആദ്യം നിഷേധിച്ചു, RSS നിഷേധിച്ചു, പിന്നെ രണ്ടു കൂട്ടരും സമ്മതിച്ചു. ഞങ്ങളല്ലേ. എന്തിനാ RSS നേതാക്കന്മാരുമായി, RSS നേതാവുമായി, അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയുമായി കൂടിയാലോചന നടത്തി. അപ്പോഴാണ് CPM നേതാക്കൾ ചോദിച്ചത് അതിനെന്താ കുഴപ്പമൊന്നും. ഒരു കുഴപ്പമില്ല. സംസ്ഥാനത്തെ ADGP ലോ ആൻഡ് ഓർഡർ 1 മണിക്കൂർ പോയിട്ട് RSSന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ആയിട്ട് അവർ തമ്മിൽ അതിർത്തി തർക്കം ഉണ്ടല്ലോ ചോദിച്ചു. ഇതൊക്കെ ഞങ്ങൾ പറഞ്ഞതല്ലേ. ആണോ? PV അൻവർ പറയുന്നതൊക്കെ പാർട്ടി ശരിവെക്കണമെന്നാണല്ലോ മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞത്. എന്നാൽ പിന്നെ പിണറായി വിജയനോട് വേറെ ജോലി നോക്കാൻ പറ. കാരണം പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിട്ടിരിക്കുമ്പോൾ, ആഭ്യന്തരമന്ത്രിയായിട്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത ഉദ്യോഗസ്ഥൻ എനിക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കണമെങ്കിൽ അദ്ദേഹം ആ കസേരയിലിരിക്കാൻ ഒരു അർഹതയില്ലെന്ന് അതിന്റെ അർത്ഥം. കൈരളിക്കാരനാണ് ചോദിച്ചത്. എനിക്ക് വേണ്ടിയിട്ടാണ് DGP അജിത് കുമാറെ കണ്ടെങ്കിൽ പിണറായി വിജയനെ പിന്നെ എന്തിനു കൊള്ളാം. ഞാൻ അങ്ങനെ മുഖ്യമന്ത്രിയെ പറ്റി നിങ്ങൾ പറഞ്ഞ പോലെ പറയില്ല മോശമായിട്ട്. കേരളത്തിലെ CPM-ന്റെ നിലപാടിനെ കുറിച്ച് ഞങ്ങൾ ദേശീയതലത്തിൽ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ദേശീയതലത്തിൽ സീതാറാം യെച്ചൂരി അടക്കമുള്ള നേതാക്കന്മാർ ഇന്ത്യ മുന്നണിക്ക് വേണ്ടി സത്യസന്ധമായ നിലപാടെടുത്ത് നിന്നവരാണെന്ന് ഞങ്ങൾ തെരഞ്ഞെടുപ്പ് കാലത്തും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ കേരളത്തിലെ പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഈ സെൻട്രൽ ഏജൻസീസിന്റെ കേസ് ഒതുക്കി തീർക്കുന്നതിന് വേണ്ടിയിട്ട് BJP-യുമായി അവിഹിതമായ ബാന്ധവുണ്ട് ഞങ്ങൾ പറഞ്ഞു. ശരിയായില്ലേ? 2, കേരളത്തിലെ CPM നേതാവിന് BJP-യുടെ കേന്ദ്രമന്ത്രിയായിട്ട് ബിസിനസ് ബന്ധമുണ്ടെന്ന് പറഞ്ഞു. ഞാനാ പറഞ്ഞത്. രണ്ടുപേരും നിഷേധിച്ചില്ലേ? തെളിവ് കൊടുത്തപ്പോൾ 2 ദിവസം കഴിഞ്ഞപ്പോൾ രണ്ടുപേരും വന്ന് സമ്മതിച്ചില്ലേ? ഞങ്ങൾ തമ്മിൽ ബിസിനസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ കോൺഗ്രസ് എന്നാണ് ചോദിച്ചത്. അപ്പോൾ ആണല്ലോ, അത്ര വലിയ അടുത്ത ബന്ധമാണല്ലോ. പ്രകാശ് ജാവദേക്കറിനെ ഈ LDF-ന്റെ നേതാവ് പോയി കണ്ടല്ലോ ഇല്ലേ? LDF-ന്റെ കൺവീനർ പ്രകാശ് ജാവദേക്കർ കേരളത്തിലെ BJP-യുടെ സംഘടനാ ചുമതലയുള്ള പ്രഭാരിയാണ്. മുഖ്യമന്ത്രി അതിനെ ന്യായീകരിച്ചു. ഞാനും 5-6 പ്രാവശ്യം കണ്ടിട്ടുണ്ടെന്ന് ചോദിച്ചു. കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയനെ കേരളത്തിലെ BJP-യുടെ സംഘടനാ ചുമതലയുള്ള പ്രഭാരിയെ 5-6 പ്രാവശ്യം കാണേണ്ട കാര്യം എന്താ കാര്യം? അത് കേന്ദ്രമന്ത്രിയൊന്നുമല്ല, സംഘടനാ ചുമതലയുള്ള പ്രഭാരിയാണ്. എന്തിനാണ് പിണറായി വിജയൻ പ്രകാശ് ജാവദേക്കറെ 5-6 പ്രാവശ്യം കാണുന്നത്?
ഇലക്ഷൻ്റെ അന്നാ മുഖ്യമന്ത്രി പറഞ്ഞത്. ഞാനും കണ്ടിട്ടുണ്ട് 5-6 പ്രാവശ്യം. എന്തിന് എന്താ അവർ തമ്മിൽ ചർച്ച? ഞങ്ങൾ കറക്റ്റാണ്. ADGP RSS നേതാക്കന്മാരുമായി സംസാരിച്ചത് മുഖ്യമന്ത്രിയുടെ ദൂതനായിട്ടാണ്. BJP 2 വർഷം 2.5 വർഷമായിട്ട് തൃശ്ശൂരിൽ അക്കൗണ്ട് തുടങ്ങാൻ ശ്രമിക്കുകയാണ്. അവരവരുടെ വർക്ക് തുടങ്ങിയാണ് നേരത്തെ. അപ്പോൾ ഞങ്ങൾ സഹായിക്കാം എന്നാണ് ദൂതൻ വഴി പറഞ്ഞത്. അല്ലാതെ പൂരം കലക്കാനുള്ള ചർച്ചയല്ല RSS ജനറൽ സെക്രട്ടറി ആയിട്ട് നടന്നെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. കണ്ടു, വാക്കുകൊടുത്തു. അതിൻ്റെ തുടർച്ചയായിട്ട് പലതരത്തിലുള്ള ബന്ധങ്ങളുണ്ടായി. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പ് കാലത്താണ് പൂരം കലക്കിയത്. അതിൻ്റെ തുടർച്ചയാണ് പൂരം കലക്കിയത്. RSSമായിട്ട് കേരളത്തിലെ CPM-ന് എന്താ സംഘർഷം? ഗവൺമെൻറ് അധികാരത്തിൽ വന്ന ഉടനെ മസ്കറ്റ് ഹോട്ടൽ വെച്ച് ആരും അറിയാതെ കേരളത്തിലെ മുഖ്യമന്ത്രി കേരളത്തിലെ RSS നേതാക്കന്മാരുമായിട്ട് ചർച്ച നടത്തിയില്ലേ? ഞാൻ മുഖ്യമന്ത്രിയുടെ മുഖത്ത് നോക്കി അസംബ്ലിയിൽ ചോദിച്ചല്ലോ, നിങ്ങൾ ചർച്ച നടത്തിയോ? ഇല്ലെന്ന് പറഞ്ഞില്ലല്ലോ. മറുപടി ഇല്ല എന്ന് പറഞ്ഞില്ലല്ലോ. നടത്തിയതിന് തെളിവുണ്ട്. നടത്തി. എന്ത് ചർച്ച നടത്തിയത്? എന്ത് ചർച്ച? അപ്പോൾ കുറേ നാളായിട്ട് നമ്മൾ അറിഞ്ഞും നമ്മൾ അറിയാതെയും ഇവർ തമ്മിൽ ചർച്ച. ചിലപ്പോൾ പുറത്തു വരുന്നത് പിന്നെയാണ് പുറത്തു വരുന്നത്. 23-ൽ RSS ജനറൽ സെക്രട്ടറിയെ കണ്ട കാര്യം RSS ആദ്യം നിഷേധിച്ചല്ലോ. എന്നിട്ടിപ്പോൾ എന്തായി? ഇപ്പം നിഷേധിക്കുന്നില്ലല്ലോ. കണ്ടതല്ലേ? എന്തിനു വേണ്ടി കണ്ടു എന്നുള്ളതല്ലേ ചോദ്യം. പിന്നെ വാർത്ത വന്നു, റാം മാധവനെ കണ്ടു തിരുവനന്തപുരത്ത് നിന്ന് ഈ ADGP. RSS നേതാക്കന്മാരെ കാണാൻ വേണ്ടി അദ്ദേഹത്തെ ചുമതലപ്പെടുത്തിയിരിക്കുകയാണോ? RSS നേതാക്കന്മാരെ കാണേണ്ട കാര്യമൊന്നുമില്ല. ലോ ആൻഡ് ഓർഡറിൻ്റെ ADGPക്ക്